സംസ്ഥാനത്ത് പട്ടാപ്പകൽ നിരത്തിലെ കവർച്ച, ആളെ തട്ടിക്കൊണ്ടുപോകൽ ഇതൊരു നിത്യസംഭവം എന്ന തരത്തിലേക്ക് മാറുകയാണ്. കഴിഞ്ഞ 2 മാസത്തിനിടെ മാത്രം 3 സംഭവങ്ങൾ, സ്വർണ്ണക്കവർച്ചയുടെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ കവർച്ച ചെയ്ത സംഭവം, അതിൽ ഏതാനും പ്രതികളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. വിപിൻ സി വിജയനും നിഖിൽ പ്രമേഷുമുണ്ട്. വിശദാംശങ്ങളുമായി വിപിൻ സി വിജയനിലേക്ക്. വിപിൻ, ഇപ്പോൾ ഈ പെരിന്തൽമണ്ണയിലെ കവർച്ച, അതിൽ വലിയൊരു സംഘം തന്നെ ഉണ്ട് അതിന് പിറകിൽ. 5 പേരെ പിടികൂടി, ഇനിയും 4 പേരെയോ മറ്റോ പിടികൂടാനുമുണ്ട്. ഇത് വളരെ ആസൂത്രിതമായി ഇവർ നടത്തുന്ന കവർച്ചയാണ് എന്നുള്ളതിൽ സംശയമില്ല. മറ്റിടങ്ങളിലുമൊക്കെ നടത്തുന്ന ഇത്തരം സമാന സംഭവങ്ങൾക്ക് ഇവരുമായി ബന്ധമുണ്ട് എന്നതൊക്കെ പോലീസ് ആ തരത്തിലേക്കുള്ള അന്വേഷണം നടത്തുന്നുണ്ടോ? മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണം എങ്ങനെ? അനുജ, പെരിന്തൽമണ്ണ പോലുള്ള ഒരു നഗരത്തിൽ രാത്രി 8:30 ഈ കവർച്ച നടക്കുന്നത് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരു KM ജ്വല്ലറിയിൽ നിന്ന് ഇവരുടെ വീട്ടിലേക്ക് ഏകദേശം 1.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം. അതും ഈ നഗരത്തിൻ്റെ ഉള്ളിലൂടെ തന്നെയാണ് ഈ യാത്ര ചെയ്യേണ്ടത്. അതൊരു ഇടുങ്ങിയ വഴിയൊന്നുമല്ല, ഒരു സംസ്ഥാന പാതയിലൂടെ തന്നെയാണ് വരേണ്ടത്. അങ്ങനെ അവർ സ്കൂട്ടറിൽ കടയടച്ചതിന് ശേഷം അവിടെ സുരക്ഷിതമല്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഏകദേശം 3.5 കിലോ സ്വർണം വീട്ടിലേക്ക് മാറ്റാം എന്ന് കരുതി ഈ സ്കൂട്ടറിൻ്റെ ഡിക്കിയിൽ വെച്ച് ഈ സ്വർണം വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് കൃത്യമായി മനസ്സിലാക്കിയ സംഘം, അല്ലെങ്കിൽ അത് ചോർന്ന് കിട്ടിയ വിവരം, ഇവർ എല്ലാ ദിവസവും സ്വർണം വീട്ടിലാണ് സൂക്ഷിക്കുന്നത് എന്ന വിവരം ലഭിച്ച ഒരു സംഘം അത് കൃത്യമായി ആസൂത്രണം ചെയ്യുന്നു, അങ്ങനെ കവർച്ച നടത്തുന്നു എന്നുള്ളതാണ്. ഇവരുടെ വീട്ടിലേക്ക് തിരിയുന്ന ആ ഒരു പ്രദേശത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. അപ്പോൾ അവിടെ വെച്ച് ഒരു വാഹനം ഇവരുടെ ഈ സ്കൂട്ടറിനെ ഇടിക്കുന്നു. ഒപ്പം തന്നെ ഇവർ വീഴുന്നതോടുകൂടി ഇവരുടെ മുഖത്തേക്ക് ഇടിച്ച് അവരെ പരിക്ക് ആക്കുന്നു. അതിനുശേഷം ഈ സ്വർണം എടുക്കുകയും പോകുകയും ചെയ്യുന്നു. എല്ലാം ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ കഴിയുന്നു. ഏകദേശം ഒരു 1/4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലേക്ക്. പക്ഷേ ഇതെല്ലാം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇതെല്ലാം കഴിയുന്നു. ഇവർ വാഹനം എടുത്തു പോകുകയും ചെയ്യുന്നു. ഇത്ര കൃത്യമായ ആസൂത്രണത്തോടെ ഇത് നഗരത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം. പക്ഷേ രാവിലെ ആകുമ്പോഴേക്കും തൃശ്ശൂരിലേക്കാണ് ഈ വാഹനം പോയത് എന്നുള്ളതും അവിടെ നിന്ന് 4 പേരെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു ആശ്വാസമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ സ്വർണം ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഇതിൻ്റെ ഉടമയായിട്ടുള്ള കിനാദിയിൽ യൂസഫിനും ഷാനവാസിനുമാണ് ഇന്നലെ പരിക്കേറ്റത്. ഈ യൂസഫുമായി സംസാരിക്കുമ്പോൾ ആ ഇടിച്ച ആളുകളെയൊക്കെ തിരിച്ചറിയാമെന്നാണ് പറയുന്നത്. അങ്ങനെ 4 പേരാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. പക്ഷേ ആ 4 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇനിയും 5 പേരെ പിടികൂടാനുണ്ട് എന്ന് പോലീസ് പറയുമ്പോൾ ഇതിൽ കൃത്യമായൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഈ വിവരം ചോർത്തിയ ആളുകളുണ്ട്. ആ 5 പേർ പുറത്തുള്ള ആളുകളായിരിക്കും. കാരണം ഈ വാഹനത്തിൽ 4 പേരേ ഉള്ളൂ എന്ന് യൂസഫ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ 5 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഒപ്പം തന്നെ ഈ സ്വർണവും കണ്ടെത്തേണ്ടതുണ്ട്. സ്വർണം ഇതുവരെയും പോലീസിനെ റിക്കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ തൃശ്ശൂരിൽ നിന്ന് പിടികൂടിയ 4 പേരെ കൂടി കണ്ടെത്താനുണ്ട്. കൂടാതെ സ്വർണവും കണ്ടെത്താനുണ്ട്. അതിനായുള്ള ഊർജിതമായ അന്വേഷണത്തിലാണ് പോലീസ്. നിഖിൽ പ്രമേഷ് കൂടിയുണ്ട്. നിഖിൽ, കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂർ പാലക്കാട് ദേശീയപാതയിൽ പട്ടാപ്പകൽ ഒരാളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നത്. അപ്പോൾ യാത്ര ചെയ്യുക എന്നുള്ളത് പോലും പകൽ സമയങ്ങളിലും കുറച്ച് റിസ്ക്കുള്ള സംഭവമായി മാറുന്നു നമ്മുടെ സംസ്ഥാനത്ത് എന്നതിൻ്റെ സൂചനയാണോ ഇത്? പോലീസ് ഇതേക്കുറിച്ചൊക്കെ പറയുന്നത് എന്താണ്? അനുജിത്, വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നു. നമുക്ക് ദേശീയപാതയിൽ നീലിപ്പാറ എന്ന സ്ഥലത്ത് വെച്ചാണ് കോയമ്പത്തൂർ ഭാഗത്ത് നിന്ന് വരികയായിരുന്ന കിയ കാറിലുണ്ടായിരുന്ന തൃശ്ശൂർ സ്വദേശികളെ ഈ കാറിനെ പിന്തുടർന്ന് വന്ന ഒരു 3 ഇന്നോവ കാറിലുണ്ടായിരുന്ന സംഘം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയത്. 10 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഈ ഓപ്പറേഷന് പിന്നിലുണ്ടായിരുന്നത്. ഇതിൽ 7 പേർ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. അല്പസമയം മുൻപ് ഒരാൾ കൂടി കേസിൽ പിടിയിലാകുന്നു. ഇതോടുകൂടി പിടിയിലായവരുടെ എണ്ണം ആകെ 7 മാറുകയാണ്. കിഴക്കഞ്ചേരി സ്വദേശിയായിട്ടുള്ള ബിബിൻ, 32 വയസ്സുള്ള ബിബിനാണ് ഏറ്റവും ഒടുവിൽ പിടിയിലായിട്ടുള്ളത്. ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ട് 4 പ്രതികൾ കൂടി പിടിയിലായിരുന്നു. അത് തൃശ്ശൂർ എരുമപ്പെട്ടി സ്വദേശി സിനീഷ്, പട്ടാമ്പി സ്വദേശി സജീഷ്, ഷിബു സിംഗ്, അങ്ങനെ 4 പേരാണ് പിടിയിലായിരുന്നത്. ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ വാഹനത്തിൽ വലിയ തോതിൽ പണം ഉണ്ടായിരുന്നു എന്നാണ് ഇവർ തെറ്റിദ്ധരിച്ചിരുന്നത്. ഒരുപക്ഷെ മറ്റൊരു വാഹനത്തെ ആയിരിക്കണം ഇവർ ചേസ് ചെയ്തിരുന്നത്. പെട്ടെന്ന് മാറിപ്പോയി. അതായത് അബദ്ധത്തിൽ ഈ വാഹനം തിരിച്ചറിയാൻ കഴിയാതെ വന്ന് ഈ കിയ കാറിലെ യാത്രക്കാരനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത് അത്യന്തം നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ്. സിനിമ സ്റ്റൈലിൽ ഒരു വാഹനത്തിന് കുറുകെ പട്ടാപ്പകൽ മറ്റൊരു വാഹനം കൊണ്ടുചെന്ന് നിർത്തുന്നു. ഉടനെ തന്നെ ഈ കാറിലുണ്ടായിരുന്ന യാത്രക്കാരെ അവിടെ നിന്ന് മാറ്റുന്നു. ഒടുവിൽ വാഹനം ഉപേക്ഷിക്കുന്നു. അങ്ങനെ ഇവർ തൃശ്ശൂരിലേക്ക് കടന്നു കളയുകയാണ്. ഈ സംഘത്തെ പിടികൂടുന്നത് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ്. വടക്കഞ്ചേരി പോലീസ് ഈ കാര്യത്തിൽ വളരെ കൃത്യമായൊരു അന്വേഷണം നടത്തിയതുകൊണ്ടാണ് പ്രതികളിലേക്ക് വളരെ വേഗത്തിൽ ഇവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞതും. എന്തായാലും ഈ സംഭവം ഇനിയിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് 3 പേർ കൂടി പിടിയിലാകാനുണ്ട് എന്നിരിക്കെ ഈ സംഭവം നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള സംഘങ്ങൾ സംസ്ഥാനത്ത് വ്യാപകമായി വിലസുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ദേശീയപാതയിൽ ഉണ്ടായിട്ടുള്ള ഈ സംഭവം. അത് പട്ടാപ്പകലാണ് ഇത്തരത്തിൽ ആളെ തട്ടിക്കൊണ്ടു പോകുന്നതും സ്വർണ്ണ കവർച്ച നടത്തുന്നത്, ഇത്തരം സംഭവങ്ങളൊക്കെ
ഉണ്ടാകുന്നത് പട്ടാപ്പകലാണോ എന്നതാണ്. കഴിഞ്ഞ 2 മാസത്തിനിടെ മാത്രം 3 സംഭവങ്ങൾ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ചില പ്രതികളെ പിടികൂടി, മറ്റു ചിലരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്.